നമസ്കാരം. ജയൻ എന്ന കരുത്തനായ നടന്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവ് സൃഷ്ടിച്ച ശരത് പഞ്ചരം എന്ന ചിത്രം പുതിയ ഡിജിറ്റൽ സാങ്കേതിക മികവോടെ റീലോഡ്, അതായത് ഒന്നും കൂടെ ഒരു ടെലികാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വേർഷൻ ഏപ്രിൽ 25 വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഹരിഹരൻ, മലയാറ്റൂർ, ജയൻ ടീമിൻ്റെ ഏറ്റവും പ്രേക്ഷക പ്രീതി നേടിയ ഈ ചിത്രം രോഷിക എൻ്റർപ്രൈസസ് ആണ് തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. 4.5 ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചലച്ചിത്ര പ്രേമികളെ ഹർഷപുളകിതരാക്കിയ ശരത് പഞ്ചരം എന്ന ചിത്രം വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തുന്നത് കാണാൻ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മലയാള ചിത്രത്തിൽ നവതരംഗങ്ങൾ സൃഷ്ടിച്ച ഈ ചിത്രം പതിറ്റാണ്ടുകൾക്കപ്പുറവും തലമുറകൾ കടന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പുതുമയുള്ള പ്രമേയവും ശക്തമായ കഥാപാത്രങ്ങളും ഉജ്ജ്വലമായ അഭിനയ മുഹൂർത്തങ്ങളും സാങ്കേതിക മികവും കലാപരമായ രീതികളും അതോടൊപ്പം കച്ചവട ചേരുവകളും സമന്വയിപ്പിച്ച് ചടുലമായ ആഖ്യാന ശൈലിയുടെ ഉത്തമ ഉദാഹരണമായി ഇന്നും വാഴ്ത്തപ്പെടുന്ന ചിത്രമാണ് ശരത് പഞ്ചരം. അതേവരെ ലൈറ്റ് സബ്ജക്റ്റുകൾ മാത്രം ചെയ്തിരുന്ന ഹരിഹരന്റെ ആദ്യത്തെ ഹെവി സബ്ജക്റ്റായിരുന്നു ശരത് പഞ്ചരത്തെ വിശേഷിപ്പിക്കാം നമുക്ക്. കുതിച്ചു പായുന്ന കുതിരയെ മെരുക്കുന്നതും തൻ്റെ ശരീരഭംഗി പ്രകടനമാക്കുന്ന വിധത്തിൽ കുതിരയ്ക്ക് എണ്ണയിടുന്നതും ഈ രംഗങ്ങൾ സുന്ദരിയായ നായികയെ ആകർഷിക്കുന്നതുമായ രംഗങ്ങൾ പ്രേക്ഷകരെ ആകർഷിക്കുകയും സിനിമയുടെ വിജയത്തിൻ്റെ ഏറെ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തു. നെഗറ്റീവ് ഇമേജുള്ള കഥാപാത്രങ്ങളെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്ന ഷീലയുടെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു ശരത് പഞ്ചരത്തിലേത്. നെല്ലിക്കോട് ഭാസ്കരൻ ആ വർഷത്തെ ഏറ്റവും മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് ശരത് പഞ്ചരം. ചുരുക്കം ചില ചിത്രങ്ങളിൽ മുമ്പ് അഭിനയിച്ചിട്ടുള്ള ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടനെ താരമാക്കിയതും ഈ ചിത്രം തന്നെയാണ്. ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രമായി ജയനും സൗദാമിനി എന്ന കഥാപാത്രവുമായി ഷീലയും പ്രേക്ഷക പ്രീതി നേടി. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ജയനും സത്താറും തമ്മിലുള്ള സംഘട്ടന രംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. മലമുകളിലെ വഴുക്കിലുള്ള പാറപ്പുറത്ത് വെച്ചുള്ള ഈ സംഘടന രംഗം ഹരിഹരന്റെ അനുവാദത്തോടെ ജയൻ തന്നെയായിരുന്നു ചിട്ടപ്പെടുത്തിയെടുത്തത്. ഷോലയിലെ അംജദ് ഖാൻ സൃഷ്ടിച്ച തരംഗം പോലെയുണ്ട് ജയന്റെ പ്രകടനമെന്നാണ് ഉമ്മർ ഈ സംഘടന രംഗത്തെ പറഞ്ഞത്. 1979 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ശരത് പഞ്ചരം. 4K ഡോൾബി അറ്റ്മോസ് ദൃശ്യ ശബ്ദ നിലവാരത്തിൽ റീമാസ്റ്റർ ചെയ്ത സിനിമാസ്കോപ്പിലാണ് ചിത്രം ഏപ്രിൽ 25 ശരത് പഞ്ചരം വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ്. രോഷിക എൻ്റർപ്രൈസസ് ആണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. GP ഫിലിംസിന്റെ ബാനറിൽ GP ബാലൻ നിർമ്മിച്ച ശരത് പഞ്ചരം ഹരിഹരൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്തതാണ്. ഒരു സുവർണ കാലഘട്ടം വീണ്ടും വെള്ളിത്തിരയിലൂടെ അനുഭവിച്ചറിയാൻ, ആസ്വദിക്കാൻ ഏപ്രിൽ 25 ശരത് പഞ്ചരം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് ദൃശ്യ മികവോടെ എത്തുകയാണ്. ന്യൂസ് ഡെസ്ക് റീലോഡ്.